വീഴ്ച മാത്രം. ഇന്ത്യൻ റുപ്പി ഓൾ ടൈം ലോയിലായിട്ടുള്ള 91 രൂപയും ക്രോസ് ചെയ്തു പോയി. എന്തുകൊണ്ടായിരിക്കും ഇന്ത്യൻ റുപ്പി ഡോളറിന് ആനുപാതികമായിട്ട് ഇങ്ങനെ കുറയാൻ കാരണം? അതിന് പ്രധാനമായിട്ടും 3 കാരണങ്ങളാണുള്ളത്. ഒന്നാമത്തെ കാരണം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റാണ്. ഒരു വർഷമായിട്ട് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന് അത്ര നല്ല കാലമല്ല. അതിൻ്റെ പിന്നിൽ പ്രധാനപ്പെട്ട കാരണം FIAs ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സാണ്. അവരെന്ത് ചെയ്യും? ഈ ഡോളറെല്ലാം നമ്മുടെ മാർക്കറ്റിലേക്ക് ഇറക്കും. അപ്പോൾ എന്തുണ്ടാവും? ഇന്ത്യൻ റുപ്പീൻ്റെ ഡിമാൻഡ് കൂടും. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന ടൈമിൽ. അവർക്ക് കിട്ടുന്ന ഇന്ത്യൻ റുപ്പി എന്ത് ചെയ്യും? അവർ ഡോളറിലേക്ക് കൺവേർട്ട് ചെയ്യും. ഇങ്ങനെ കൺവേർട്ട് ചെയ്യുമ്പോൾ എന്തുണ്ടാവും? ഇന്ത്യൻ റുപ്പീൻ്റെ ഡിമാൻഡ് കുറയും. ഡിമാൻഡ് കുറയുമ്പോൾ വാല്യൂയും കുറയും. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ മൊത്തം 234 ട്രേഡിംഗ് ഡേയ്സ് ആണുള്ളത്. അതിൽ പകുതി ദിവസവും 141 ദിവസവും അവർ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഈ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടുകയാണ്. അമേരിക്കയും ചൈനയൊക്കെ പ്രശ്നങ്ങൾ നടന്ന സമയത്ത് China +1 എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ആ സമയത്താണ് മെയിനായിട്ട് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യനെയും കൂടി ഒന്ന് കൺസിഡർ ചെയ്യാൻ തുടങ്ങിയത്. അവർ ഇന്ത്യയിലേക്ക് കാര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തു. പക്ഷേ ഇപ്പോൾ China + India +++ അങ്ങനത്തെ ഒരു കൺസെപ്റ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്തു? മറ്റ് മാർക്കറ്റുകൾ അന്വേഷിച്ചു പോയി. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തായ്വാനും സൗത്ത് കൊറിയയും അതേപോലെ ചൈനയിലേക്കൊക്കെ അവർ കാര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ. എന്നിട്ട് നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് അധികം വീഴാതിരിക്കാൻ കാരണം ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സാണ്. ഏകദേശം 7.21 ലക്ഷം കോടി രൂപേൻ്റെ ഇക്വിറ്റിയാണ് ഈ സമയത്ത് ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് വാങ്ങിക്കൂട്ടിയത്. അതുകൊണ്ടാണ് ഈ മാർക്കറ്റിൽ വലിയ ചേഞ്ച് ഇല്ലാതെ പോണത്. SIP മ്യൂച്വൽ ഫണ്ട് എന്നൊക്കെ കിട്ടുന്ന ക്യാഷും അതേമാതിരി പെൻഷൻ സ്കീമിൽ നിന്നും ഇൻഷുറൻസിൽ നിന്നൊക്കെ കിട്ടുന്ന ക്യാഷാണ് അവർ കൊണ്ടുപോയിട്ട് ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ കാരണം ട്രേഡ് ഡെഫിസിറ്റാണ് കാരണം. ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇമ്പോർട്ട് കൂടി നിൽക്കുന്നു, എക്സ്പോർട്ട് കുറഞ്ഞു നിൽക്കുന്നു. ഇപ്പോൾ ഒരു രാജ്യം അവർ ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾ കൂടുതലാണ് എക്സ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളെക്കാൾ. അപ്പോൾ ആ രാജ്യം ട്രേഡ് ഡെഫിസിറ്റ് കണ്ടീഷനിലാന്ന് പറയാം. ഇന്ത്യ ഏകദേശം ഈ അവസ്ഥയിലാണ്. നവംബറിൽ 24.5 ബില്യൺ US ഡോളറിൻ്റെ ട്രേഡ് ഡെഫിസിറ്റാണ് ഇന്ത്യക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ ഒക്ടോബറിൽ 41.7 ബില്യൺ US ഡോളറിൻ്റെ ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഒക്ടോബറിൽ കുറച്ച് നവംബറിനേക്കാളും ഒന്ന് കൂടിയത്? അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഗോൾഡ് ഇറക്കുമതി ചെയ്യാൻ തുടങ്ങി. കാരണം ഗോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി സേഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആയതുകൊണ്ട് ഗോൾഡിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നു. അതുകൊണ്ടാണ് ആ സമയത്ത് കൂടിയിരുന്നത്. അങ്ങനെ ഒരു ട്രേഡ് ഡെഫിസിറ്റ് കണ്ടീഷനിലാണ് ഇന്ത്യ. ഇനി അടുത്തത് മൂന്നാമത്തെ കാരണം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ട്രംപിൻ്റെ ഒരു 50% താരിഫ് ഉണ്ടല്ലോ. ഈ താരിഫ് കാരണം നമ്മുടെ പ്രൊഡക്റ്റിന്, നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ നിർമ്മിക്കുന്ന പ്രൊഡക്റ്റിന് അവിടെ ഒരു 50% എക്സ്ട്രാ താരിഫ് വന്നു. അതുകൊണ്ട് തന്നെ എന്തുണ്ടായി? നമ്മുടെ എക്സ്പോർട്ട് ബിസിനസ്സിനെ അത് കാര്യമായിട്ട് ബാധിച്ചു. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ തിരുപ്പൂർ അത്യാവശ്യം ഡ്രസ്സൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഈ തിരുപ്പൂരിന് കഴിഞ്ഞ വർഷത്തേക്കാൾ 2024 2025 1500 കോടിൻ്റെ എക്സ്പോർട്ട് ബിസിനസ്സിൽ കുറവ് സംഭവിച്ചു. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ ട്രംപിൻ്റെ താരിഫാണ്. ഇതിപ്പോൾ തിരുപ്പൂരിനെ മാത്രമല്ല പല ഇൻഡസ്ട്രീനെയും ബാധിക്കും. അപ്പോൾ ഇന്ത്യ മെയിനായിട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു സാധനമാണ് പെട്രോളിയം പ്രോഡക്ട്സ്, ഓയിലൊക്കെ. അപ്പോൾ ഈ ഓയിൽ ഇമ്പോർട്ട് ചെയ്യാതെ ഒരു രക്ഷയില്ല. ഈ ഒരു കാരണം കൊണ്ട് നമ്മുടെ ട്രേഡ് ഡെഫിസിറ്റ് കൂടി. അതേമാതിരി ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് വിട്ടുപോകാനും കാരണമായി. ഇപ്പം ഈ ഇന്ത്യൻ റുപ്പീൻ്റെ തിരിച്ചുവരവിൻ്റെ സാധ്യത നോക്കാം. ഫസ്റ്റ് വേണ്ടത് ഈ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ്, ഈ പോയ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഇവിടെ ഇന്ത്യയിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്യണം. അതിനിപ്പോൾ ആദ്യം ട്രംപ് വിചാരിക്കണം ഈ 50% താരിഫ് ഉണ്ടല്ലോ അത് കട്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്ത്യൻ മാർക്കറ്റിലൊരു വിശ്വാസം വരണം. പക്ഷേ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് കുറച്ച് ഓവർ വാല്യൂഡാണ്. അതുകൊണ്ടും കൂടിയാണ് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യ വിട്ട് മറ്റ് രാജ്യങ്ങൾ, എസ്പെഷ്യലി ഇപ്പോൾ എമർജിങ് മാർക്കറ്റായിട്ടുള്ള തായ്വാനും സൗത്ത് കൊറിയയൊക്കെയാണ് ഇപ്പോൾ അവരെ പുതിയ വാതായനങ്ങൾ. ഈ ട്രേഡ് ഡെഫിസിറ്റിൻ്റെ കേസിലും ട്രംപിനെ കനിയണം. കാരണം എന്ത്? ഈ 50% താരിഫ് വെച്ചതോടുകൂടി നമ്മുടെ ഇന്ത്യൻ പ്രൊഡക്റ്റിൻ്റെ വില കൂടി. അപ്പോൾ അവരെന്ത് ചെയ്യും? മറ്റ് മാർക്കറ്റുകൾ നോക്കാൻ തുടങ്ങി. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഇന്ത്യൻ ഡ്രസ് മേക്കിംഗ് കമ്പനി അവർ US-ലേക്ക് $1000 വാല്യൂ ഉള്ള ഡ്രസ്സുകൾ കയറ്റി അയക്കുകയാണ്. അപ്പോൾ ഈ 50% താരിഫ് കാരണം $1500 അതിൻ്റെ മൊത്തം വാല്യൂ. മുമ്പ് $1050 കിട്ടിയിരുന്ന സാധനങ്ങളാണ് ഒറ്റയടിക്ക് $1500 എത്തിയത്. ഡ്രസ്സ് ഉണ്ടാക്കണം നമ്മൾ ഈ രാജ്യക്കാർ മാത്രമല്ല, ഇന്ത്യക്കാർ മാത്രമല്ലല്ലോ, അവർ മറ്റ് മാർക്കറ്റുകൾ തേടി പോകാൻ തുടങ്ങി. താരതമ്യേന
താരിഫ് കുറഞ്ഞ രാജ്യങ്ങൾ, ഇപ്പോൾ ബംഗ്ലാദേശ്, അതേമാതിരി ചൈന, തായ്വാൻ, ഇന്തോനേഷ്യ, എവിടെയൊന്നും ഇന്ത്യൻ്റെ അത്ര താരിഫില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? ഈ രാജ്യങ്ങളിൽ നിന്ന് സാധനം ഇറക്കുമതി ചെയ്യും. ഇന്ത്യന് ഇനി ആവശ്യമില്ല. അതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. പക്ഷേ ഈ അടുത്ത കാലങ്ങളിൽ റഷ്യയും ചൈനയൊക്കെ ഇന്ത്യൻ പ്രൊഡക്റ്റ് കൂടുതൽ ഇറക്കുമതി ചെയ്യാൻ തുടങ്ങി. ചിലപ്പോൾ അടുത്ത കാലങ്ങളിൽ ഇന്ത്യൻ്റെ ഈ രാജ്യങ്ങളിലേക്കുള്ള എക്സ്പോർട്ട് ഇനിയും കൂടാം. അതേമാതിരി ഓസ്ട്രേലിയ, ന്യൂസിലാൻഡും അതേമാതിരി യൂറോപ്യൻ യൂണിയനും ഒക്കെ ആയിട്ട് ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റിനുള്ള സാധ്യതകളും ഉണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇനി കൂടാൻ സാധ്യതയില്ല, ഒന്നും പറയാൻ പറ്റില്ല. എന്നാലും എങ്ങനെ പോയാലും അടുത്ത ഈ സമയങ്ങളിലേക്ക് 100 എത്തും, അത് ഉറപ്പാണ്. ഇപ്പോൾ 2012-13 സമയത്ത് ഇന്ത്യൻ റുപ്പി വീണ ടൈമിൽ ഈ സെലിബ്രിറ്റീസിനൊക്കെ വലിയ 100 നാവായിരുന്നു. പക്ഷെ ഇപ്പോൾ അവരെ കാണാനില്ല, എന്ത് പറ്റിയെന്ന് അറിയില്ല. പക്ഷേ ഇപ്പോൾ ഈ വീക്ക് കറൻസി മോശമാണെന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല. കാരണം ഈ വീക്ക് കറൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ എക്സ്പോർട്ട് ബിസിനസ്സിനെ ഹെൽപ്പ് ചെയ്യും. കാരണം ഇന്ത്യൻ പ്രൊഡക്റ്റ് മറ്റു പ്രൊഡക്റ്റിനേക്കാൾ കമ്പാരിറ്റീവ്ലി വില കുറവാണ്. നമ്മുടെ ഇവിടെ മാനുഫാക്ചറിങ് ഒക്കെ അത്യാവശ്യം വില കുറഞ്ഞ രീതിയിൽ മാനുഫാക്ചർ ചെയ്യാൻ പറ്റും. അപ്പോൾ ചെറിയ വിലയ്ക്ക് അവിടെ വിൽക്കാൻ പറ്റും. ഇപ്പോൾ ഈ രൂപേൻ്റെ മൂല്യം ഇങ്ങനെ ഇടിയുമ്പോൾ എന്തുണ്ടാവും? ഇന്ത്യൻ പ്രൊഡക്റ്റ് എല്ലാവരും ഉപയോഗിക്കും. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. ഇതിന് പലരും പറയുന്ന ഒരു കാരണം എന്താണ്? ചൈന, വിയറ്റ്നാം, അതേമാതിരി ജപ്പാൻ, ഈ രാജ്യങ്ങളുടെ എല്ലാം കറൻസി വളരെ വില കുറഞ്ഞ കറൻസിയാണ്. ഏകദേശം 26,274 വിയറ്റ്നാമീസ് കറൻസി കൊടുക്കണം $1. അപ്പോൾ ഇതാണ് അവർ ഉദാഹരണം പറയുന്നത്. പക്ഷെ അവരും നമ്മളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ട്രേഡ് സർപ്ലസ് ഉള്ള രാജ്യങ്ങളാണ് ഇതെല്ലാം. ട്രേഡ് സർപ്ലസ്, ട്രേഡ് ഡെഫിസിറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ട്രേഡ് ഡെഫിസിറ്റ് എന്താ പറഞ്ഞത്? എക്സ്പോർട്ട് കുറവ്, ഇമ്പോർട്ട് കൂടുതൽ. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്താണ്? എക്സ്പോർട്ട് കൂടുതൽ, ഇമ്പോർട്ട് കുറവ്. ഈ രാജ്യങ്ങളിലെല്ലാം ട്രേഡ് സർപ്ലസ് ആണ്. കാരണം അവർ കൂടുതൽ സാധനം എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. എക്സ്പോർട്ട് ചെയ്യുന്നതിനേക്കാളും കമ്പാരിറ്റീവ്ലി കുറവാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്തുണ്ടാവും? ഇവരെ എക്സ്പോർട്ട് എങ്ങനെയായാലും ടോപ്പിൽ തന്നെ ആയിരിക്കും. ഇവരെപ്പോഴും ഈ വിയറ്റ്നാമായാലും ചൈനയായാലും ശരി. ജപ്പാൻ്റെ കേസിൽ പലപ്പോഴും മാറ്റങ്ങൾ വരും. പക്ഷേ വിയറ്റ്നാമിൻ്റെയും ചൈനേൻ്റെ എല്ലാം കേസിൽ എപ്പോഴും എക്സ്പോർട്ടാണ് അവരുടെ കൂടുതൽ ഇമ്പോർട്ടിനേക്കാൾ. അവരെ കറൻസി അവരൊന്നും കൂടി സ്റ്റേബിളായിട്ട് പിടിച്ചു നിർത്തുകയാണ്. എക്സ്പോർട്ട് ബിസിനസ്സിൽ അവർക്കൊരു വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് അവർ പിടിച്ചു നിർത്തുന്നുണ്ട് അവിടെ. നേരെ മറിച്ച് ഇന്ത്യൻ്റെ കേസ് അങ്ങനെയല്ല. ട്രേഡ് ഡെഫിസിറ്റ് ഉള്ള രാജ്യമാണ്. ഏറ്റവും കൂടുതൽ ട്രേഡ് ഡെഫിസിറ്റ് ഉള്ള രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ ലോകത്ത്. ഇന്ത്യ ഇതുവരെ ട്രേഡ് സർപ്ലസ് എന്നത് കണ്ടിട്ട് പോലുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഇനിയിപ്പോൾ ഇത് നല്ലതാണെങ്കിൽ നല്ലതാണെങ്കിൽ ഈ വീക്കസ്റ്റ് കറൻസി നല്ലതാണെങ്കിൽ ആദ്യം RBI ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക്. ഇതൊന്നും അറിയാതെ അവർ ആ പാവങ്ങൾ $50 ബില്യൺ വിറ്റ് ഇന്ത്യൻ റുപ്പി വാങ്ങിക്കൂട്ടിയത്. അപ്പോൾ അവിടെ എന്തുണ്ടായി? ഈ $, കൊടുത്ത് ഇന്ത്യൻ റുപ്പി വാങ്ങുമ്പോൾ ഇന്ത്യൻ റുപ്പീൻ്റെ ഡിമാൻഡ് കൂടി. അപ്പോൾ തൽക്കാലം വൻ വീഴ്ചകളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. അങ്ങനെ ചെയ്യണമുണ്ട്. $ൻ്റെ റിസർവാണ് അവിടെ കുറയുക. ഇനി ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾക്ക് കൂടുതൽ വിലയൊക്കെ കിട്ടിയെന്ന് കരുതുക. ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾക്ക് കൂടുതൽ വില കൊടുക്കണ്ടേ? അപ്പോൾ എല്ലാ സാധനങ്ങൾക്കും വില കൂടുകയല്ലേ ചെയ്യുക. ഇപ്പോൾ ഒന്നുകൂടി സ്റ്റേബിളായിട്ടുള്ള കറൻസിയാണ് എപ്പോഴും നല്ലത്. ഇപ്പോൾ വിയറ്റ്നാമായാലും ചൈനയിലും ഒക്കെ ഏകദേശം സ്റ്റേബിൾ കറൻസിയാണ് അവരുടെ. ഇനി ഈ തുടർച്ചയായിട്ട് ഇന്ത്യൻ റുപ്പി വീണ് കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഇൻവെസ്റ്റേഴ്സ് സെൻറ്റിമെൻറ്റ്സ് അനുസരിച്ചിട്ട് അവരെന്ത് ചെയ്യും? ഇന്ത്യനെ കൈയൊഴിയും. അവരിവിടെ കൊണ്ടൊന്നും ഇൻവെസ്റ്റ് ചെയ്യില്ല. മൊത്തത്തിൽ ഇന്ത്യൻ റുപ്പിൻ്റെ വില ഇടിയുന്നു, ഇന്ത്യൻ പാസ്പോർട്ടിൻ്റെ വില ഇടിയുന്നു, എന്തിന് ഇന്ത്യക്കാരൻ്റെ വില ഇടിയുന്നു. ആ ഒരു സെക്കൻഡ്, ഇറാനാണ് ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള കറൻസി ലോകത്ത്. ഏകദേശം 42,000 ഇറാനിയൻ കറൻസി കൊടുത്താലാണ് $1 കിട്ടുക. അതുകൊണ്ട് സാധനങ്ങളുടെ വില പിടിച്ചു നിർത്താൻ പറ്റാത്ത അവസ്ഥയായി. ഇൻഫ്ലേഷൻ കൂടി 40% ഇൻഫ്ലേഷനായി. അവരെന്ത് ചെയ്യുക? പ്രൊട്ടസ്റ്റ് ചെയ്യാണ്. കറൻസി വീക്കാവണം നല്ലതാണ്. ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക പ്ലീസ്. അവർക്ക് അത് മനസ്സിലായിട്ടില്ല.